ഹലോ ഓൾ, വെൽക്കം ടു അമീനാസ് ഹാപ്പിനെസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാർ സീറ്റ് സേഫ്റ്റി പാർട്ട് 2 സീരീസ് ആണ് കാണുന്നത്. ഇതിൽ എങ്ങനെയാണ് കാർ സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഞാൻ വാങ്ങിയ കാർ സീറ്റ് ഏതാണ്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ ഏതൊക്കെ ടൈപ്പ് കാർ സീറ്റ് ആണെന്നും എങ്ങനെയാണ് ഒരു കാർ സീറ്റ് വാങ്ങേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങിയ കാർ സീറ്റ് എന്ന് പറയുന്നത് കൺവേർട്ടബിൾ ബേബി കാർ സീറ്റ് ആണ്. R4 റാബിറ്റ് ആണ് ബ്രാൻഡ്. ജാക്ക് ആഞ്ചൽ ഗ്രാൻഡ് ഇന്നോവേറ്റീവ് എന്ന് പറയുന്ന കാർ സീറ്റ് ആണ്. സേഫ്റ്റി സർട്ടിഫൈഡ് കാർ സീറ്റ് ആണ്. 0 to 7 years വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേഫ്റ്റി സർട്ടിഫൈ ചെയ്ത് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന കാർ സീറ്റാണ്. അതുപോലെ ഇത് എന്തെങ്കിലും ഭയങ്കര ക്യുഷൻ എഫക്റ്റ് ആണ് ഇതിന്. ഭയങ്കരമായിട്ടുള്ള ഇടിയോ ആഘാതങ്ങളൊന്നും കുഞ്ഞിനെ ഏൽക്കത്തില്ല. ഇത് 3 ഗ്രൂപ്പുകാർക്ക് നമുക്ക് ഈ കാർ സീറ്റ് ഉപയോഗിക്കാം. ഗ്രൂപ്പ് 0, ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 0 എന്ന് പറയുന്നത് 0 to 2 year ഏജ് ഗ്രൂപ്പാണ്. റിയർ ഫേസിങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് 2 to 5 year ഗ്രൂപ്പിനാണ്. ഒരു 18 കിലോ വരെ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഫ്രണ്ട് ഫേസിങ് കാർ സീറ്റ് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്രൂപ്പ് 2. ടോട്ടലി ഒരു 25 കിലോ വരെ ഇത് ഉൾക്കൊള്ളും. ഇതിൽ സൈഡ് ഇമ്പാക്ട് പ്രൊട്ടക്ഷനും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പാഡഡ് വിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അതുപോലെ ലെഗ്സ്, ഹെഡ്, അതൊക്കെ നല്ല സേഫ്റ്റിയും പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞു ബേബീസിനും കൂടെ പറ്റുന്ന കാർ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് 3 point റിക്ലൈനർ ഉണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ അപ്പോൾ ബേബിക്ക് ഇരിക്കാനും പറ്റും, അതുപോലെ കിടത്തിയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൂടാതെ ഇതിനകത്ത് 5 point സേഫ്റ്റി ഹാർനസ് ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള 5 point സേഫ്റ്റി ഹാർനസ് ഉണ്ട്. പിന്നെ വാഷബിൾ ആണ്. ഇത് മെഷീൻ വാഷും മെറ്റൽ പ്ലാസ്റ്റിക് പാർട്സും എല്ലാം ഉള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കാർ സീറ്റാണ്. അപ്പോൾ കാർ സീറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറഞ്ഞ പോലെ 2 ബെൽറ്റുകളുണ്ട്. അതായത് R4 റാബിറ്റിൻ്റെ ലോഗോ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് അത് എടുത്തുകൊണ്ട് പോകാനും അതുപോലെ തന്നെ അതിൻ്റെ സേഫ്റ്റി, ഈ ബെൽറ്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കയ്യിൽ കൂടെ വരുന്ന ബെൽറ്റാണ്. അത് നമുക്ക് ഓരോ പോയിന്റിലായിട്ട് മാറ്റി ഇടാൻ പറ്റും കുഞ്ഞിൻ്റെ വളർച്ച. ഞാൻ പറഞ്ഞ ഗ്രൂപ്പ് 0, 1, 2 up to 25 kg ആണ് ഇത് പറ്റുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഹെഡ് റെസ്റ്റ് ആദ്യം പിടിച്ചിട്ട് നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ഒരു ഇതിട്ട് വെക്കണം, ബാൻഡ് ഇട്ട് അത് ടൈറ്റ് സെക്യൂർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കുട്ടീനെ ഇതിൽ ഇരുത്തിയിട്ട് കൈയുടെ 2 ബെൽറ്റ്, സേഫ്റ്റി ബെൽറ്റ്സ് ഇട്ട് അതിൽ വരുന്ന പോയിന്റ്സിന് ഈ പറയുന്ന ഹാർനസിൽ കൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞനങ്ങത്തിൽ അല്ലെങ്കിൽ അപ്പോൾ കുഞ്ഞിൻ്റെ ഹെഡിനനുസരിച്ച് പിന്നെ ഈ ഹെഡ് റെസ്റ്റ് നമുക്ക് താഴ്ത്തി അത് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ അതിനകത്ത് തന്നെ ഈ സേഫ്റ്റി ഓരോ കുഞ്ഞിൻ്റെ ഓരോ ഉയരം അനുസരിച്ച് നമുക്ക് ഈ കൈയിലൂടെ വരുന്ന സേഫ്റ്റി ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഈ കാണുന്ന പോയിന്റ്, പുഷ് പോയിന്റ് എന്ന് പറയുന്നത് ബെൽറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് വലിച്ചിട്ട് അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ് ആണ് കാണുന്നത്. ഈ വഴിയാണ് നമുക്ക് കുഞ്ഞിന്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് കയ്യിലൂടെ വരുന്ന സേഫ്റ്റി ബെൽറ്റ് ഇടാനുള്ള ഹോൾസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. പിന്നെ നമ്മളിത് കാറിൽ പ്ലേസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാറിൽ നമ്മളിത് പ്ലേസ് ചെയ്യുന്നു. നമ്മുടെ സേഫ്റ്റി ബെൽറ്റ് ഇതിലൂടെ കയറ്റി, അതായത് നമ്മൾ ആ ക്യൂഷൻ മാറ്റി അതിനുള്ളിലൂടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെ കയറ്റിയിട്ട് സീറ്റ് ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ പാസഞ്ചർ, അതായത് വീഡിയോ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പാസഞ്ചർ സീറ്റിന്റെ ബാക്കിലാണ് നോർമലി കിഡ്സിൻ്റെ സീറ്റ് വെക്കേണ്ടത്. ഇതിലൂടെ എടുത്ത് നമ്മൾ വലിച്ചിട്ട്, അതായത് കാർ സീറ്റ് ബെൽറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ വലിച്ച് അതിനെ അവിടെ ടൈറ്റൻ ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ സീറ്റ് ബെൽറ്റ് യൂഷ്വലി പ്ലേസ് ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയി അതിനെ ബക്കിൾ ചെയ്യുകയാണ് വേണ്ടത്. ഈ വീഡിയോയിൽ ഞാൻ 2 വട്ടം കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ വട്ടം എടുത്തിട്ട് അത് അവിടെ എത്തിയില്ല. അപ്പോൾ അത് നല്ലതായിട്ട് വലിച്ചു പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ആക്ച്വലി എന്നോട് വലിച്ചു പിടിക്കാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് ഹസ്ബൻഡ് തന്നെ ഒന്നുകൂടി അതിനെ പുഷ് ചെയ്തിട്ട് അതിനെ ആ ഹോളിൽ കൂടി ഇട്ട് അപ്പുറത്ത് എത്തിച്ചിട്ട്, നിങ്ങൾക്ക് ആ പോയിന്റ് നന്നായിട്ട് നോക്കി, ഒരു വട്ടം നന്നായിട്ട് നോക്കി മനസ്സിലാക്കി 2 വട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഈസി ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇപ്പുറത്തൂടെ പോയി ഇവിടെ വന്ന് ഈ സീറ്റ് ബെൽറ്റിൽ ബക്കിൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ആക്ച്വലി അതിനൊരു കുറച്ച് ടൈറ്റ്നെസ് ഉണ്ടായിരുന്നു, അത് വെച്ചപ്പോൾ ഓക്കെ. പിന്നെ നമ്മളിതിൻ്റെ ക്വിഷനൊക്കെ നേരിട്ട് ഇങ്ങനെയാണ് നമ്മൾ സീറ്റ് പ്ലേസ് ചെയ്യുന്നത്. ഇതിന് R4 റാബിറ്റ് ഈ ഒരു ബ്രാൻഡ് ആക്ച്വലി ഞങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്രയും ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, കുഞ്ഞിന് ഉറങ്ങാനും എല്ലാത്തിനും നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കും. സീറ്റ് ബെൽറ്റ് ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു പ്രസ് ചെയ്തിട്ട് ആ ടാഗ് അത് വലിക്കുവാണെങ്കിൽ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് വലിക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ആ കൈ ലൂസാക്കിയിട്ട് കൈ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുവാനകത്ത്. അതുപോലെ തിരിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ടാഗ് ഉണ്ട്, അത് പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സ്ട്രൈറ്റ് അത് അവിടെ ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. ഇങ്ങനെയാണ് ബേബി കാർ സീറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അതേപോലെ അത് എളുപ്പമാണ് ആക്ച്വലി. ആ ബക്കിളിന് ആ സീറ്റ് ബെൽറ്റ് വിടുവിക്കുക, എന്നിട്ട് അതേപോലെ തിരിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ സീറ്റ് പെട്ടെന്ന് ലൂസൻ ചെയ്ത് എടുക്കാൻ പറ്റും. എളുപ്പമാണ് പണി. അതുപോലെ ഈസി ടു ക്യാരി ആണ്. നമുക്കത് ഇതാണ് മോനിരുന്ന് ഉറങ്ങുന്ന വീഡിയോ ആണിത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്ത് കുറച്ച് നേരം
ഇരുന്ന ആൾ നല്ല വയറൊക്കെ നിറഞ്ഞ് സുഖമായിട്ടിരിക്കുവാണെങ്കിൽ യാത്ര ചെയ്തൊരു 10-15 മിനിറ്റിനുള്ളിൽ ആൾ ഉറങ്ങിക്കോളും നല്ല സുഖമായിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് ഞാൻ എങ്ങനെ മേടിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഫസ്റ്റ് ക്രൈയുടെ സൈറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, R4 റാബിറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനത്തെ പേജസിലൊക്കെ ഇത് റെഫർ ചെയ്തു. അതുപോലെ കടയിൽ വിസിറ്റ് ചെയ്തു, ഫസ്റ്റ് ക്രൈ സ്റ്റോർ വിസിറ്റ് ചെയ്തു, ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും എല്ലാത്തിലും റേറ്റ്സിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അറൗണ്ട് 5,000-6,000 റേഞ്ചിലാണ് വന്നിരുന്നത്. പക്ഷേ എനിക്ക് R4 റാബിറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയപ്പോൾ അവിടെ ഡിസ്കൗണ്ട്സ് ആപ്ലിക്കബിൾ ആയിരുന്നു. അറൗണ്ട് 1,000 rupees കുറവായിട്ടാണ് കിട്ടിയത്. അങ്ങനെ അതുപോലെ ഒഫീഷ്യൽ സൈറ്റ് ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. ബാക്കി എല്ലാ സൈറ്റ്സും ഇപ്പോൾ ഫസ്റ്റ് ക്രൈയിൽ എനിക്ക് ഒരു ഫിനാൻഷ്യൽ കുറച്ചുകൂടി ഫസ്റ്റ് ക്രൈ R4 റാബിറ്റ് മെയിൻ സൈറ്റിൽ ഫസ്റ്റ് ക്രൈയെക്കാളും കുറച്ചുകൂടി റേറ്റ് കുറച്ച് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ R4 റാബിറ്റ് ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ തന്നെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഈ പ്രോഡക്റ്റ് അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ട് തോന്നിയില്ല, അവർക്ക് എന്തോ സ്റ്റോക്ക് ഔട്ട് എന്തോ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ സെലക്ട് ചെയ്തു. വിത്തിൻ 2 to 3 days അത് അവർ ഡെലിവറി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ പേഴ്സണലി എൻ്റെ കുഞ്ഞിനെ യൂസ് ചെയ്ത് എത്രയും ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പല പേരൻസിനും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് ചെയ്തത്. കാരണം ഞാൻ പലവട്ടം പല യൂട്യൂബിലും സെർച്ച് ചെയ്ത് കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഒരു കാർ സീറ്റ് ഞാൻ വാങ്ങിയത്. അതിന് എനിക്ക് കുറച്ച് പേരുടെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കംപ്ലീറ്റ് ഗൈഡ് എന്ന രീതിയിലോ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തതായിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എനിക്കുണ്ടായിരുന്നത്. ഇനിയുള്ള പേരൻസിനോ ഭാവിയിൽ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കാർ സീറ്റ് വാങ്ങാത്തവർ തീർച്ചയായും വാങ്ങണം. ഏത് ബ്രാൻഡായാലും, നിങ്ങൾ നോക്കുന്നത് ഏത് ബ്രാൻഡായാലും അതൊരു ക്വാളിറ്റി ഉള്ള, ആക്ച്വലി ഒരു വാറൻറ്റി ഉള്ള ഒരു ബ്രാൻഡായിരിക്കണം. പിന്നെ കംഫർട്ടബിൾ ആയിരിക്കണം കുട്ടി. കാരണം ഇനി അതിനുള്ളിൽ ഇരുന്ന് പോകണമെങ്കിൽ അവർക്ക് അത്രയും നാളിനി അമ്മയുടെ മടിയിലാണ് ഇരുന്നതെങ്കിൽ അത്രയും ഒരു കംഫർട്ട് കിട്ടില്ലെങ്കിലും ഇങ്ങനെ സേഫായിട്ട് സെക്യൂറായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം തന്നെ വാങ്ങുമ്പോൾ അപ്പോൾ ഒരു 1,000-2,000 വ്യത്യാസത്തിൽ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ 2-3 ഗ്രൂപ്പുകാർക്ക്, ഇപ്പോൾ 0 to 1, 0 to 2, 2 to 4 അങ്ങനെ ഒരു 2-3 ഗ്രൂപ്പുകാർക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതായാൽ കുഞ്ഞ് വളരുന്നവരെ ഉപയോഗിക്കുക. അപ്പോൾ അടുത്ത കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും വീഡിയോ വേണ്ട ഇത് ആവശ്യമായിട്ട്, അതായത് വീഡിയോ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ പേരൻസിന്, വേറെ സിമിലർ പേരൻസിന് അയച്ചു കൊടുക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്. ബൈ.